ഹലോ വെൽക്കം ബാക്ക് ടു അൺലിമിറ്റഡ് കോഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ ഫോർ ദി നോട്ടിഫിക്കേഷൻസ്. പ്രോഗ്രാമിംഗ് പാരഡിം എന്താണെന്ന് നോക്കാം. പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് ആ രീതിയാണ് പ്രോഗ്രാമിംഗ് പാരഡിം എന്ന് പറയുന്നത്. അത് മെയിൻലി രണ്ട് തരത്തിലാണ്. ഒന്നാമത്തേത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പാരഡിം, രണ്ടാമത്തേത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പാരഡിം. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിമിൽ മെയിൻലി ഫങ്ഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രോഗ്രാംസ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുന്നത് എന്തെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഡേറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ പ്രൊസീജിയറിന് അല്ലെങ്കിൽ ഫങ്ഷനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. സി, പാസ്കൽ, ഫോർട്രാൻ, ബേസിക് ഇവയൊക്കെ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് പാരഡിമിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമ്മളുടെ പ്രോഗ്രാം വലുതാവുന്ന അല്ലെങ്കിൽ കോംപ്ലക്സ് ആവുന്നതനുസരിച്ച് ഈ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിമിന് ഒരുപാട് ലിമിറ്റേഷൻസ് കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണം എന്തെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ആദ്യം പറഞ്ഞല്ലോ, ഇതിൽ ഫങ്ഷൻസിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡേറ്റയ്ക്ക് അധികം പ്രാധാന്യം നൽകുന്നില്ല. അതുകൊണ്ട് ഡേറ്റ ഈസ് അണ്ടർ വാല്യൂഡ് ഒന്നാമത്തെ ലിമിറ്റേഷനാണ്. രണ്ടാമത്തത് ആഡിങ് ന്യൂ ഡേറ്റ എലമെൻറ്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻ ടു ഓൾ ഓർ മെനി ഫങ്ഷൻസ്. ഒരു പുതിയ ഡേറ്റ ആഡ് ചെയ്യണമെങ്കിൽ അതും വളരെ ഡിഫിക്കൽട്ടാണ്. ഒന്നെങ്കിൽ നമുക്ക് മൊത്തം പ്രോഗ്രാമിലെ ഫങ്ഷൻസിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഫങ്ഷൻസിന് നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വരും. ക്രിയേറ്റിംഗ് ന്യൂ ഡേറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൾട്ട്. പിന്നെ പുതിയ ഡേറ്റ ടൈപ്സ് ക്രിയേറ്റ് ചെയ്യാനും ഡിഫിക്കൽട്ടാണ്. പ്രൊവൈഡ്സ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. റിയൽ വേൾഡിലുള്ള കാര്യങ്ങൾ അത് വീണ്ടും മോഡിഫൈ ചെയ്യുമ്പോൾ അത് പ്രോഗ്രാമിൽ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണെങ്കിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. റിയൽ വേൾഡ് മോഡലിംഗ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായി മാറാറുണ്ട്. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിമിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഡേറ്റയാണ്. അതായത് ഇതിൽ ഡേറ്റാസിനെയും ഫങ്ഷൻസിനെയും ഒന്നിച്ച് ക്ലബ് ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് മെയിൻലി ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. അതായത് ഡേറ്റയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. നെക്സ്റ്റ് വൺ, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് OOP, അതായത് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അതിൽ മെയിൻലി 7 ബേസിക് കൺസെപ്റ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഒബ്ജക്ട്സ്, ദെൻ ക്ലാസസ്, ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഡേറ്റ എൻകാപ്സുലേഷൻ, മൊഡ്യൂലാരിറ്റി, ഇൻഹെറിറ്റൻസ് ആൻഡ് പോളിമോർഫിസം. ഇങ്ങനെ 7 ബേസിക് കൺസെപ്റ്റ്സ് ആണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, എന്താണ് ഒബ്ജക്ട്സ് എന്ന് നോക്കാം. ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ റിയൽ ടൈം എൻറ്റിറ്റിയാണ് ഒബ്ജക്ട്സ് എന്ന് സാധാരണ പറയാറ്. അതായത് നമ്മൾക്ക് ചുറ്റും കാണുന്ന എന്തിനേയും നമ്മൾക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. സപ്പോസ് ഇവിടെ എക്സാമ്പിൾ നൽകിയതുപോലെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റിനെ നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. ക്ലോക്ക് അതൊരു ഒബ്ജക്റ്റാണ്. കാർ, ബൈക്ക് ഇതൊക്കെ ഒബ്ജക്ട്സ് ആണ്. അതായത് നമുക്ക് ചുറ്റുമുള്ള എന്ത് കാര്യത്തെ നമുക്ക് ഒബ്ജക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പം അതിന് അസോസിയേറ്റ് ചെയ്ത് 2 കാര്യങ്ങളുണ്ടാവും. ഒന്ന് ഡേറ്റ, രണ്ടാമത്തേത് അതിൻ്റെ മെത്തേഡ്സ് അല്ലെങ്കിൽ മെമ്പർ ഫങ്ഷൻസ്. അതായത് ഇപ്പോൾ സ്റ്റുഡൻ്റാണ് നമ്മൾ ഒബ്ജക്റ്റായിട്ട് എടുക്കുന്നതെങ്കിൽ സ്റ്റുഡൻറ്റിന് ഒരു സെറ്റ് ഓഫ് ഡേറ്റാസ് അസോസിയേറ്റ് ചെയ്തിരിക്കും. ഫസ്റ്റ് വൺ ആ സ്റ്റുഡൻറ്റിൻ്റെ പേര്, പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ ഏജ്, ഇതൊക്കെ ഡേറ്റാസാണ്. സ്റ്റുഡൻറ്റിൻ്റെ വെയ്റ്റ്, ഹൈറ്റ്, മാർക്ക് ഇതൊക്കെ ആ സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റാസാണ്.
പിന്നെ രണ്ടാമത്തെ കാര്യം മെത്തേഡ്സ്, അല്ലെങ്കിൽ ആ സ്റ്റുഡൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഇതിൽ എക്സാമ്പിൾ നൽകിയിരിക്കുന്നത് രജിസ്റ്റർ, ചേഞ്ച് മാർക്ക്, ചേഞ്ച് ഹൈറ്റ്, വെയ്റ്റ്. ഇതൊക്കെ ആ സ്റ്റുഡൻറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. ഇനി ക്ലോക്കാണ് നമ്മൾ ഒബ്ജക്റ്റായിട്ട് എടുക്കുന്നതെങ്കിൽ അതിന് അതിൻ്റേതായ ഡേറ്റാസ് അസോസിയേറ്റ് ചെയ്തിരിക്കും. അതായത് മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ്സ്, ഇതൊക്കെ അതിൻ്റെ ഡേറ്റാസാണ്. പിന്നെ ടൈം ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അലാറം സെറ്റ് ചെയ്യുന്നത്, ടൈം സെറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ആ ക്ലോക്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ ഫങ്ഷനാണ്. ഈ ഡേറ്റാവും അതിൻ്റെ അസോസിയേറ്റഡ് ഫങ്ഷൻസിനെയും മെമ്പർ ഫങ്ഷൻസിനെയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോമിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സിംപ്ലി അങ്ങനെ പറയാം. അതായത് ഒബ്ജക്റ്റിൽ രണ്ട് കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ ഡേറ്റാവും അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ മെമ്പർ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രൊസീജിയർ. നെക്സ്റ്റ് വൺ, ക്ലാസ്സസ്. ഞാനൊരു എക്സാമ്പിൾ പറയാം, അപ്പോൾ അതിലൂടെ എന്താണ് ക്ലാസ് എന്നുള്ളത് മനസ്സിലാവും. സപ്പോസ് നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ നമ്മൾ ഒരു ഡിവിഷൻ എടുക്കുകയാണ്, 10th A എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സാണ്. അപ്പോൾ 10th Aയിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2, അങ്ങനെ 50 സ്റ്റുഡൻസ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു 10th A എന്നുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഒബ്ജക്ട്സാണ്. ഓരോ സ്റ്റുഡൻറ്റും ഓരോ ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഓരോ സ്റ്റുഡൻറ്റിനും അതിൻ്റേതായ ഡേറ്റാവും അവരുടേതായ മെമ്പർ ഫങ്ഷൻസ് ഉണ്ടാവും. നമ്മളിത് എല്ലാത്തിനെയും ഒന്നിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 10th A എന്നുള്ള ക്ലാസ്സിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് എ ക്ലാസ് ഈസ് എ പ്രോട്ടോടൈപ്പ് ഓർ ബ്ലൂ പ്രിൻറ്റ് ദാറ്റ് ഡിഫൈൻസ് ദി സ്പെസിഫിക്കേഷൻ കോമൺ ടു ഓൾ ഒബ്ജക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ്. ഈ 10th A എന്നുള്ള ക്ലാസ്സിനകത്ത് വരുന്ന ഓരോ ഒബ്ജക്റ്റിനെയും നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ക്ലാസ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ക്ലാസ്സിൽ അവരുടെയൊക്കെ ഡേറ്റാസിനെയും മെമ്പർ ഫങ്ഷൻസിനെയും അടങ്ങിയിരിക്കും. ഇനി ഈ ക്ലാസ്സിലുള്ള ഓരോ ഒബ്ജക്റ്റിനെയും, അതായത് ഞാൻ പറഞ്ഞു സ്റ്റുഡൻറ്റ് 1, സ്റ്റുഡൻറ്റ് 2, അങ്ങനെ 50 ഒബ്ജക്ട്സ് ഉണ്ട്, 50 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനെയും അതിൻ്റെ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിനെ ഇൻസ്റ്റൻസ് ഓഫ് ദി ക്ലാസ് എന്നാണ് പറയുന്നത്. ഒരു ക്ലാസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്നുള്ളത് ടെക്സ്റ്റിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ജനറൽ ഫോം നൽകിയിട്ടുണ്ട്. നമ്മളൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആദ്യം കീവേഡ് ക്ലാസ് എന്നുള്ളത് നൽകുക. എന്നിട്ട് ആ ക്ലാസ്സിൻ്റെ പേര്, ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ ക്ലാസ് സ്പേസ് ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ ക്ലാസ് സ്പേസ് സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ്, അങ്ങനെ ക്ലാസ്സിൻ്റെ നെയിം നൽകുക. എന്നിട്ട് അതിൻ്റെ കേളി ബ്രാക്കറ്റ്സിനകത്ത് പ്രൈവറ്റ് വേരിയബിൾ ഡിക്ലറേഷൻ, ഫങ്ഷൻ ഡിക്ലറേഷൻസ് നൽകിയിട്ടുണ്ട്. ദെൻ പബ്ലിക്, അതിൽ വേരിയബിൾ ഡിക്ലറേഷൻസ് ആൻഡ് ഫങ്ഷൻ ഡിക്ലറേഷൻസ് നൽകിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ ഒബ്ജക്ട്സ് ആണുള്ളത്. ആ ഒബ്ജക്ട്സിന് ഡേറ്റാസും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള മെമ്പർ ഫങ്ഷൻസും ഉണ്ടാവും. അപ്പോൾ രണ്ട് സെക്ഷനാണ് ഈ ക്ലാസ്സിനകത്ത് വരിക. ഒന്ന് വേരിയബിൾ ഡിക്ലറേഷൻ, രണ്ടാമത്തേത് മെമ്പർ ഫങ്ഷൻ ഡിക്ലറേഷൻസ്. ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം പ്രൈവറ്റ്, പബ്ലിക് എന്നിങ്ങനെ ആക്സസ് മോഡിഫയേഴ്സ് നൽകിയിട്ടുള്ളത്. അപ്പോൾ പ്രൈവറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രൈവറ്റിനകത്ത് എഴുതുന്ന കാര്യങ്ങൾ പുറത്താർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പറഞ്ഞു ഡേറ്റാക്ക് വളരെ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്, വളരെ സെക്യൂർഡ് ആണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈവറ്റായിട്ട് അതിനെ ഡിക്ലെയർ ചെയ്യുന്നത്. അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്ത മെമ്പർ ഫങ്ഷൻസിന് മാത്രമേ അതിനെ ആ ഡേറ്റാസിനെ യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഡേറ്റാസിന് ഇമ്പോർട്ടൻസ് ആണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ നൽകാറ്. അതുകൊണ്ട് അതിനെ പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യാറ്. എന്നിട്ട് ഈ പ്രൈവറ്റ് ഡേറ്റാസിനെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ ഡേറ്റാസിനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്ത മെമ്പർ ഫങ്ഷൻസിനെ കൊണ്ട് മാത്രമേ അത് പറ്റുകയുള്ളൂ. ഇനി പബ്ലിക് എന്ന് വെച്ചാൽ പബ്ലിക്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നൽകിയാലും അത് ആർക്ക് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാൻ പറ്റും. ആ ക്ലാസ്സിന് പുറത്തുള്ള ഫങ്ഷൻസിനൊക്കെ
ഈ പബ്ലിക് എന്നുള്ള സെക്ഷനിലുള്ള കാര്യങ്ങൾ ആക്സസിബിൾ ആണ്. അതുകൊണ്ട് എപ്പോഴും സാധാരണ പ്രൈവറ്റിലാണ് ഈ ഡേറ്റാസ് ഡിക്ലെയർ ചെയ്യാറ്. മെമ്പർ ഫങ്ഷൻസൊക്കെ സാധാരണ പബ്ലിക്കായിട്ടാണ് ഡിക്ലെയർ ചെയ്യാറ്. പബ്ലിക്കായിട്ട് നമ്മൾ എന്ത് നൽകിയാലും അതിന് പുറത്ത് ആക്സസിബിൾ ആണ്. ഇനി ക്ലാസ്സിന് എങ്ങനെ ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ സ്റ്റുഡൻ്റാണ് നമ്മളുടെ ക്ലാസ്സിൻ്റെ പേരെങ്കിൽ സ്റ്റുഡൻറ്റ് സ്പേസ് S1, S2 സെമിക്കോളൻ, ഇങ്ങനെ നമുക്ക് S1 S2 എന്നിങ്ങനെ 2 ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട്. ടെക്സ്റ്റിൽ ഒബ്ജക്ട്സ് വെച്ചിട്ടുള്ള ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാനാണ് പ്രോഗ്രാം എഴുതിയിരിക്കുന്നത്. അത് ക്ലാസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കാം. നമുക്ക് ഹാഷ് ഇൻക്ലൂഡ് IOStream അത് കഴിഞ്ഞു. പിന്നെ യൂസിങ് നെയിം സ്പേസ് STD അത് കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലാസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ക്ലാസിൻ്റെ പേര് സർക്കിൾ എന്നാണ്. ക്ലാസ് സ്പേസ് സർക്കിൾ. എന്നിട്ട് അതിനകത്ത് ഞാൻ പറഞ്ഞു 2 സെക്ഷൻ ഉണ്ടാവും. ഒന്ന് നമ്മൾ ഡേറ്റാസ് ഡിക്ലെയർ ചെയ്യുക, രണ്ടാമത്തത് മെമ്പർ ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്യുക. ഈ ഡേറ്റാസിനെ നമ്മൾ മെമ്പർ എന്ന് പറയാറുണ്ട്, പിന്നെ ഫങ്ഷൻസിനെ മെമ്പർ ഫങ്ഷൻസ് എന്നാണ് പറയുക. അപ്പോൾ ക്ലാസ്സിനകത്ത് ആദ്യം പ്രൈവറ്റ് സെക്ഷനിൽ ഫ്ലോട്ട് R റേഡിയസിനെ ഡിക്ലെയർ ചെയ്തു, പ്രൈവറ്റ് ആയിട്ടാണ്. ദെൻ പബ്ലിക്കിൽ മെമ്പർ ഫങ്ഷൻസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 2 മെമ്പർ ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തത് വോയിഡ് ഗെറ്റ് റേഡിയസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് റേഡിയസ് എന്നുള്ള മെമ്പർ ഫങ്ഷൻ ഉണ്ട്. അതിനകത്ത് എൻ്റർ റേഡിയസ് സീൻ R, നമ്മളോട് റേഡിയസ് എൻ്റർ ചെയ്യാൻ പറയും. എന്നിട്ട് R എന്നുള്ള വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ മെമ്പർ ഫങ്ഷൻ ഡിസ്പ്ലേ ഏരിയ, കാൽക്കുലേറ്റ് ചെയ്ത ഏരിയ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ Cout ഏരിയ ഈക്വൽ ടു ഏരിയ 3.14 × R എന്നാണ് ഏരിയയുടെ ഇക്വേഷൻ. അപ്പോൾ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏരിയ എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഡിസ്പ്ലേ ഏരിയ എന്നുള്ള മെമ്പർ ഫങ്ഷൻ. അങ്ങനെ R എന്നുള്ള മെമ്പറും ഗെറ്റ് റേഡിയസ് ഡിസ്പ്ലേ ഏരിയ എന്നിങ്ങനെ 2 മെമ്പർ ഫങ്ഷൻസും ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ക്ലാസ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ, അത് മറക്കരുത്. നെക്സ്റ്റ് ഇൻറ്റ് മെയിൻ. എല്ലാ പ്രോഗ്രാമിലും മെയിൻ ആവശ്യമാണ്, എന്നാൽ മാത്രമേ ആ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ക്ലാസ്സിന് ശേഷം നമ്മൾ ഇൻറ്റ് മെയിൻ എന്ന് മെയിനിലാണ് പോകുന്നത്. അതിനകത്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. സർക്കിൾ സ്പേസ് C1, സർക്കിളാണ് ക്ലാസ്സിൻ്റെ നെയിം. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് C1 ആണ്. അപ്പോൾ സർക്കിൾ C1 എന്നിങ്ങനെ C1 എന്നുള്ള ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് ആ 2 മെമ്പർ ഫങ്ഷന് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ C1 ഡോട്ട് ഗെറ്റ് റേഡിയസ്, C1 ഡോട്ട് ഡിസ്പ്ലേ റേഡിയസ്. അപ്പോൾ C1 ഡോട്ട് ഗെറ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ എവിടെ പോകും? നേരെ ഗെറ്റ് റേഡിയസ് എന്നുള്ള മെമ്പർ ഫങ്ഷനിൽ പോകും. എന്നിട്ട് എന്ത് ഡിസ്പ്ലേ ചെയ്യും? എൻ്റർ റേഡിയസ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മളൊരു റേഡിയസ് എൻ്റർ ചെയ്യും, അപ്പോൾ അതിൽ സ്റ്റോർ ചെയ്യും. നെക്സ്റ്റ് C1 ഡോട്ട് ഡിസ്പ്ലേ ഏരിയ എന്ന് വിളിക്കുമ്പോൾ എവിടെ പോകും? നേരെ ഡിസ്പ്ലേ ഏരിയ എന്നുള്ള മെമ്പർ ഫങ്ഷനിൽ പോകും. എന്നിട്ട് ഏരിയ ഡിസ്പ്ലേ ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ടും നൽകിയിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഇതുപോലെ തന്നെയല്ലേ സ്ട്രക്ചർ നമ്മൾ ചെയ്തത്. പക്ഷെ വ്യത്യാസമുണ്ട്. ക്ലാസ്സസും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് മെയിൻലി എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് വെച്ചാൽ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന കീവേഡ് ക്ലാസ് എന്നുള്ളതാണ്. സ്ട്രക്ചറിൽ യൂസ് ചെയ്യുന്ന കീവേഡ് സ്ട്രക്റ്റ് ആണ്. രണ്ടാമത്തെ ഡിഫറൻസ് ക്ലാസ്സിൽ മെമ്പർ ഉണ്ടാവും, മെമ്പർ ഫങ്ഷൻസ് ഉണ്ടാവും, അതായത് ഡേറ്റാസ് ഉണ്ടാവും, അതിൻ്റെ മെമ്പർ ഫങ്ഷൻസ് ഉണ്ടാവും. പക്ഷേ സ്ട്രക്ചറിൽ ഡേറ്റാസ് മാത്രമേ ഉണ്ടാവൂ. മൂന്നാമത്തെ ഡിഫറൻസ് ക്ലാസ്സിൽ ആക്സസ് മോഡിഫയേഴ്സ്, അതായത് പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് എന്നിങ്ങനെ 3 ആക്സസ് മോഡിഫയേഴ്സ് ഉണ്ടാവും. പക്ഷേ സ്ട്രക്ചറിൽ അതുണ്ടാവില്ല. നാലാമത്തെ ഡിഫറൻസ് ക്ലാസ്സിൽ മെമ്പേഴ്സൊക്കെ ഇപ്പോൾ ഏതാണ് ആക്സസ് മോഡിഫയർ എന്ന് സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് പ്രൈവറ്റ് ആയിരിക്കും. പക്ഷേ സ്ട്രക്ചറിലാണെങ്കിൽ അത് പബ്ലിക് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.
For more videos, please don't forget to subscribe, like and press the bell icon for the notifications.